എൻ്റെ ചർച്ചില്, ഞാൻ ശുശ്രൂഷിക്കുന്ന ചർച്ചില് ഒരു കുഞ്ഞുണ്ടായിരുന്നു. കുഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ അവന് 48 വയസ്സുണ്ട്. പക്ഷെ അവനെ കണ്ടാൽ പറയില്ല, അല്പം ബുദ്ധിവൈകല്യങ്ങളൊക്കെ ഉള്ളൊരു കുഞ്ഞാ. എങ്കിലും അവൻ സജീവമായിരുന്നു ആരാധന. ഈ പേഴ്സൺ കനോട്ട് ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് എന്നൊരു ചൊല്ലുണ്ട്. വ്യക്തിയെ നമുക്കിങ്ങനെ മറ്റൊന്നും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊക്കത്തില്ല. അവനൊരു സജീവ സാന്നിധ്യമായിരുന്നു. എല്ലാ ആരാധനയ്ക്കും മുമ്പിൽ വന്നിരിക്കും. തൻ്റെതായ ചേഷ്ടകളിൽ, തൻ്റെതായ നിലവാരത്തിൽ അവൻ ദൈവത്തെ ആരാധിക്കും. അവൻ്റെ കൈ ബൈബിൾ കാണും. അവൻ എന്താ കുറിക്കുന്ന അറിയത്തില്ല, പക്ഷെ എല്ലാം കുറിക്കുന്ന കാണാം. എല്ലാ പാട്ടും പാടും, എല്ലാവർക്കും സ്തോത്രം കൊടുക്കും. ഇങ്ങനെ സജീവമായിരുന്നു ആ കുഞ്ഞ്. ഒരു പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് പോലൊക്കെ തോന്നിയിട്ടുണ്ട്. എനിക്ക് അതിനകത്ത് അല്പം പാപബോധം തോന്നി, കുറ്റബോധം തോന്നി. മറ്റൊന്നും കൊണ്ടൊന്നുമല്ല. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിനോട് മിണ്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനിടയ്ക്ക് എല്ലാം പുള്ളി ഇങ്ങനെ വന്നിട്ട് തന്നെ ഒന്ന് വെളിപ്പെടുത്തിയിട്ടൊക്കെ പോകത്തുള്ളൂ. അതുകൊണ്ട് അല്പമൊക്കെ ചിലപ്പോഴൊക്കെ ഒന്ന് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് ഉണ്ടാകണം. ഉണ്ടായില്ലെന്ന് പറഞ്ഞാൽ അതൊക്കെ മനസാക്ഷിയെ വഞ്ചിക്കുക. എങ്കിലും എനിക്ക് തോന്നി അവൻ എന്നെക്കാട്ടും ശ്രേഷ്ഠനാണ്. ഈ ബുദ്ധിയൊക്കെ കൂടിപ്പോയതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. ഈ കുഞ്ഞിങ്ങനെ കയ്യിലൊക്കെ കൊടുത്ത് അവൻ അധ്വാനിയൊക്കെയാണ്, പോകും. അതിനടുത്ത് മരണം കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് പെട്ടെന്നൊക്കെയാ മരിക്കുക, ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഈ മരണത്തിന് ഒരു 2-3 ദിവസം മുമ്പ് തൊട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ഞങ്ങളുടെ ഒരു സഹോദരൻ, ഒരു പൊന്നച്ചായനുണ്ട്. ഈ അച്ചായൻ്റെ അടുത്ത് ഈ കുഞ്ഞ് എന്നിട്ട് പറഞ്ഞു, അവന്റെ ഭാഷ ഇച്ചിരി വിക്കൊക്കെ ഉള്ളതുകൊണ്ട് തിരിയാൻ പാടാ. എന്നിട്ടും അവൻ വളരെ കൃത്യമായിട്ട് അവരെ പറഞ്ഞു ബോധിപ്പിച്ചു, ഞാൻ മരിക്കാറായി, യേശുപ്പച്ചൻ വന്ന് എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ പോവാ. കൈ ഇങ്ങനെ നീട്ടി ഞാനും കൊടുത്ത്, എത്തുന്നില്ല. എത്തിപ്പിടിച്ച അപ്പം പോവും. ഒരു കുഴപ്പമില്ലാത്ത കൊച്ചൻ 2-3 ദിവസമായിട്ട് കുളിച്ച് പാൻസൊക്കെ ഇട്ട് ഇഞ്ചെയ്തിങ്ങനെ നടക്കുക. സാറിന് കയ്യിലൊക്കെ കൊടുത്ത് ഇങ്ങനെ തലക്കെട്ടും കെട്ടി നടക്കുന്നവൻ കുളിച്ച് പാൻ്റൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുക. നീ എന്നെ ഇഞ്ചെയ്ത് കുളിച്ച് യേശുപ്പച്ചൻ വന്ന് വിളിക്കൂ, പോവാ. അപ്പോഴാണ് നമുക്ക് തോന്നിയേ ഇവൻ കർത്താവിന് ഇത്ര പ്രിയപ്പെട്ടവനായിരുന്നു. കൈയൊക്കെ ഇങ്ങനെ കൊടുത്തെന്ന് യേശു. ഇവൻ വന്ന് എൻ്റെ സഹോദരനോട് പറഞ്ഞു, മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ ചോറ് എല്ലാവർക്കും കൊടുക്കണം. അതിലൊക്കെ നമ്മുടെ നാട്ടിലെ സംസ്കാരമല്ലേ, അടുത്ത വീട്ടിൽ കൊടുക്കുക. ഈ വൈകല്യങ്ങളുള്ള നമ്മളിങ്ങനെ മാറ്റി നിർത്തുന്ന മക്കളെയൊക്കെ തമ്പുരാനും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ആരാ വലിയവര്? എന്ത് കണ്ടോണ്ടേ മനുഷ്യരെ നിന്ദിക്കുക? എന്ത് കണ്ടോണ്ടേ മനുഷ്യരെ നിന്ദിക്കുക?